രാജക്കാട്ട് സിന്ധുവും ടോം സക്രയും പണി തുടങ്ങി. എനിക്കൊണ്ടേലെന്ന എനിക്കില്ലേലെന്ന എൻ്റെ ഭാര്യ ശോശാമ ഗൾഫിലാണല്ലോ. പെന്തക്കോസ്ത് കരിസ്മാറ്റിക്കിനെ കളിയാക്കി പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു ഇത്. കരിസ്മാറ്റിക് ഒരു നല്ല കൃഷിയാണെന്നും അത് കേരളത്തിൽ നല്ല വിളവെടുക്കാൻ കഴിയുമെന്നും ആദ്യം നമ്മളെ കാണിച്ചു തന്നത് ഈ പെന്തക്കോസ്തുകാർ തന്നെയായിരുന്നു. പാട്ടും കൂത്തും കൈകൊട്ടലും തുള്ളലും ഉറഞ്ഞാടലും അലറി വിളിക്കലും കൂകലും, എന്തിനേറെ ഒരു ഗാനമേള ഗ്രൗണ്ടിൽ ചെന്ന പോലെ ഉള്ള ഒരവസ്ഥ. ഇത് കണ്ട് ഒരു ഒഴുക്ക് പണ്ട് പെന്തക്കോസ്ത് സഭയിലേക്ക് ഉണ്ടായപ്പോൾ ഈ കത്തോലിക്ക വൈദികരുടെ ഉള്ളൊന്ന് കാളി. പിന്നീട് കത്തോലിക്ക പള്ളികളിൽ വാറോല എഴുന്നള്ളിച്ച് വെച്ച് പ്രചരണം തുടങ്ങി. സ്പിരിറ്റിൻ സാത്താനാണ് ഇത്, ആരും കരിസ്മാറ്റിക്കിന്റെ പിന്നാലെ പോവരുത് എന്നൊക്കെ. എവിടെ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതി ഇഷ്ടപ്പെട്ടവർ അതിൻ്റെ പിന്നാലെ അങ്ങ് പോയി. പിന്നെ കത്തോലിക്ക സഭ ഈ കരിസ്മാറ്റിക്കിനെ അങ്ങ് ഹൈജാക്ക് ചെയ്ത് പേറ്റന്റ് സ്വന്തമാക്കി. അതിനെ വാണിജ്യവൽക്കരിച്ച് വൻ ലാഭമുണ്ടാക്കി. ഇതിൻ്റെ ലാഭം മനസ്സിലാക്കിയ വ്യക്തികളും ചെറുകിട ധ്യാന സംരംഭകരും ഇതൊരു കുടിൽ വ്യവസായമാക്കി കോടികൾ സമ്പാദിച്ചു. അത്തരമൊരു ധ്യാന സംരംഭകനായ മാന്ത്രികനാണ് ടോം സക്രിയ. ലോഹയിട്ട ആഭിചാര മന്ത്രവാദികളായ വട്ടയുടെയും പൊട്ടയുടെയും അട്ടപിടുത്തക്കാരൻ്റെയും ചമ്മന്തിപത്രത്തിൻ്റെയും ഒക്കെ മൂട് താങ്ങി കിളിർത്ത കൂട്ടത്തിൽ കിളിർത്ത ഒരു ഇത്തിൽക്കണ്ണിയായ ടോം സക്രിയ തൻ്റെ കൃഷി ഇറക്കാൻ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ മടിച്ചങ്ങ് നാട് വിട്ടു. സ്വന്തം ധ്യാന കൃഷിയും ഇറക്കി തുടങ്ങി. രാജക്കാട്ട് സിന്ധു, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. പറയുമ്പോൾ ചിരി വരും. നരന്തരമയിലെ കുന്നത്ത് ശാന്ത എന്നൊക്കെ പറയുന്നത് പോലെ രാജക്കാട്ട് സിന്ധു. ടോം സക്രയുടെയും സ്പിരിറ്റിൻ ജീസസ് യോങ്കിപ്പൂർ പ്രാർത്ഥന പച്ചപിടിച്ചപ്പോൾ നമ്മുടെ കുന്നത്ത് ശാന്ത, അല്ലല്ല, രാജക്കാട്ട് സിന്ധു പേരിനൊരു പഞ്ച് വരാൻ വേണ്ടി പേരൊന്ന് പരിഷ്കരിച്ച് പരിശുദ്ധവൽക്കരിച്ചു. കാതറിൻ മറിയം എന്നാക്കി മാറ്റി. പണ്ടെങ്ങോ 12-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന പൈശാചിക പ്രാർത്ഥനാ രീതികളായ യോങ്കിപ്പോറിൻ്റെ ചുവട് പിടിച്ചാണ് സ്പിരിറ്റിൻ ജീസസ് ആളുകളെ പിടിച്ചു പറ്റിക്കുന്നത്. സാത്താനിസമായാലും വേണ്ടില്ല, കരിസ്മാറ്റിക് എന്ന് കേട്ടാൽ മതി, മൊണ്ണകളായ വിശ്വാസികൾ കമന്നങ്ങട്ട് വീണോളൂ. ഇന്നിപ്പോ ഇത് പറയാൻ കാരണമുണ്ട്. കുറച്ചു കാലമായി കേരളത്തിൽ കൊറോണ കാരണം നാണം കെട്ട് മാളത്തിൽ ഒളിച്ച ധ്യാന തൊഴിലാളികൾ ഇറങ്ങിത്തുടങ്ങി എന്ന് സൂചിപ്പിക്കാനാണ്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ ഇപ്പോൾ ചില ഹോൾഡിങ്ങുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മെയ് 13, 14, 15 തീയതികളിൽ എറണാകുളം കലോർ സ്റ്റേഡിയത്തിൽ മൊണ്ണക്കുഞ്ഞുകളുടെ സമ്മേളനം. കഴിഞ്ഞ 2-2.5 വർഷമായി പേപ്പട്ടികളെ ഒന്നും തെരുവിലേ കാണാനുണ്ടായിരുന്നില്ല. ജലദോഷപ്പനി മുതൽ ക്യാൻസർ വരെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സുഖപ്പെടുത്തുന്ന മാന്ത്രികർ വാലും ചുരുട്ടി ചാവടിയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുകയായിരുന്നു. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താൻ കഴിയും, ഉറക്കം നടിച്ചു കിടക്കുന്നവനെ എത്ര വിളിച്ചാലും ഉണർത്താൻ സാധ്യമല്ല. അങ്ങനെ ഉറക്കം നടിച്ച ധ്യാന മാന്ത്രികരൊക്കെ ഇപ്പോൾ ഇതാ പുതിയ കുറേ അടവുകളുമായി വെളിയിൽ വന്നു തുടങ്ങി. അതാണ് ഈ ഹോൾഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. എടോ ടോം സക്രിയ, കാതറിൻ മറിയമേ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. സ്റ്റേജ് കെട്ടി കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ രോഗസൗഖ്യം നൽകി എന്ന തോന്നലുണ്ടാക്കി ആളുകളെ വിശ്വസിപ്പിക്കാതെ ഞാൻ പറയുന്നിടത്ത് ഞാൻ കൊണ്ടെത്തിക്കുന്ന റിയലായ രോഗികളെ സുഖപ്പെടുത്താൻ വെല്ലുവിളിക്കുന്നു. മുട്ട് വിറയ്ക്കുമല്ലേ? നാണം കെട്ട് തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ ചാടേണ്ടി വരും. എത്ര വലിയ ഹോൾഡിംഗ് വെച്ചാലും, എത്ര കോടി മുടക്കി സ്വയം പ്രമോഷൻ ചെയ്താലും കള്ളത്തരത്തിൻ്റെ കുത്തരങ്ങാണ് ഈ വെളിവുകെട്ട ആത്മീയ ബിസിനസ്സുകാർ എന്ന് പറയാതെ വയ്യ. ഈ കൊറോണ കാലം എവിടെയായിരുന്നു നിങ്ങൾ? നിലവിളികളും രോധനങ്ങളും വിലാപങ്ങളും കേൾക്കാതെ സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി ഒളിച്ചിരുന്നിട്ട് കൊറോണ ഒന്ന് ഒതുങ്ങിയപ്പോൾ കെണിയുമായി ഇറങ്ങിയിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ മഹോത്സവം പരിശുദ്ധാത്മാവിനോടൊത്ത്
ഇതാണ് ഹോൾഡിങ്ങിൽ എഴുതിയിരിക്കുന്ന വലിയ അക്ഷരത്തിലുള്ള ഒരു പരസ്യവാചകം. അവിഹിത ബന്ധത്തിലുണ്ടായതിനെ പരിശുദ്ധവൽക്കരിക്കാനാണോ ഇവരുടെ മകൻ ഒരു അത്ഭുത ബാലൻ എന്നൊക്കെയുള്ള പ്രചരണത്തിന് വൻ പ്രാധാന്യം നൽകുന്നത്? എന്തായാലും കർത്താവ് ജീവിച്ചിരിക്കാത്തത് ഇവന്മാരുടെ ഭാഗ്യം. കർത്താവേ പൊറുക്കണേ. i2i News, an eye for truth.